വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. CRPF എന്ന് പറയുന്ന സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ സിലബസും അതുപോലെ തന്നെ എക്സാം പാറ്റേണിനെ കുറിച്ചും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 25 ഇനിയും അപ്ലൈ ചെയ്യാൻ ഡേറ്റ് ഉണ്ട്. ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രധാനമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീഡിയോ സെക്ഷൻ ശ്രദ്ധിക്കുക, ലൈവ് സെക്ഷൻസ് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്ലേ ലിസ്റ്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുറെ ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ ലൈവായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോണിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ അക്കാഡമിയുടെ ചാനലിൽ എത്തിക്കഴിഞ്ഞിട്ട് വീഡിയോസിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാൻ പറ്റിയില്ലെങ്കിൽ ലൈവ് സെക്ഷനിലേക്ക് പോവുക. ലൈവ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് സെക്ഷന്റെ ക്ലാസ്സുകളൊക്കെ കിട്ടും. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനായിട്ടുള്ളത് CRPF എന്ന് പറയുന്ന ഫോഴ്സിലേക്ക് ഇപ്പൊ തന്നെ എല്ലാവരും അറിഞ്ഞു കാണും, കുറെ പേര് അപ്ലൈ ചെയ്ത് കാണും. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഓക്കെ മക്കളെ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും? SSCയുടെ പാറ്റേണിൽ നിന്ന്, അതായത് SSC GD എക്സാം ഒക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് പാറ്റേണിനകത്ത് വലിയ വ്യത്യാസമുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ള കുറെ ആൾക്കാർ കുറെ സംശയമായിട്ടൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. സാർ ഇതിനു വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇനി SSC GD ഒക്കെ പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ച് ഇതും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന നല്ലൊരു എക്സാം ആണ് കേട്ടോ. അതുപോലെ SSCയുടെ MDS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. CHSന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് SSC പാറ്റേണിൽ കേന്ദ്ര ഗവൺമെന്റ് ജോലി മേടിച്ചെടുക്കാൻ നല്ല സൂപ്പർ ഒരു അവസരമാണ്. ഈ എക്സാംസ് എല്ലാം പോയി എഴുതുക കേട്ടോ. എല്ലാ എക്സാംസും എഴുതുക. ഇതിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടാൽ അറിയാം, 750-ൽ കൂടുതൽ വീഡിയോസ് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് മക്കളെ. അപ്പോൾ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോകട്ടെ. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണ് ഈ എക്സാം. ഈ എക്സാമിനെ കുറിച്ച് പലർക്കും ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ സ്റ്റേജ് 1 നമ്മുടെ എന്ത് തന്നെയാണ്, CBT എക്സാം തന്നെയാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ആ എക്സാമിനെ കുറിച്ചൊക്കെ ഞാൻ വരാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് നമ്മുടെ സ്റ്റേജ് 1. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഈ പരീക്ഷ ക്വാളിഫൈഡ് ആവുന്നതിനെ കുറിച്ച് ആലോചിക്കണം. രണ്ടാമത്തെ സ്റ്റേജ് വന്നിട്ട് ഒരു സ്കിൽ ടെസ്റ്റ്, ഒന്നുമില്ല, ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ 2, 3, 4, 5 എല്ലാ പാർട്ടും ഞാൻ ഉൾപ്പെടുത്തി എന്നുള്ളത്. 3 ഫിസിക്കൽ ആണെന്നറിയാം, 4 ജസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്, 5 മെഡിക്കൽ ആണ്. ഈ ലാസ്റ്റ് 3 കാര്യങ്ങൾ നമ്മുടെ ഒരു ടാലന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. എക്സാം പാസ്സാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ എക്സാമിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ആദ്യം നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം. എന്താണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം? അപ്പൊ അവിടോട്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഈ GDയുടെ എക്സാം എഴുതിയവർക്കറിയാം, 20 വീതം വരുന്ന 4 സെക്ഷൻസ് ആയിരുന്നു വരുന്നത്. ഏതൊക്കെയായിരുന്നു? ഇംഗ്ലീഷ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, QA ഉണ്ട്. വ്യത്യാസം വല്ലതും ഉണ്ടോ? നമ്മുടെ ഇംഗ്ലീഷ് ഇവിടെയും ഉണ്ട്. അവിടെ 20 മാർക്കാണ്, ഇവിടെ 25 മാർക്ക്. അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട്. പിന്നെന്താ ഉണ്ട്? റീസണിങ് ഉണ്ട്. അതുപോലെ എന്തുണ്ട്? QA ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് ഉണ്ട്. 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അപ്പൊ 100 ക്വസ്റ്റ്യൻ ടോട്ടലി എത്ര മാർക്ക്? 100 മാർക്സ്. മനസ്സിലായോ? അപ്പൊ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായോ? അപ്പോ SSCയുടെ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണ് CRPFന്റെ എക്സാം നടക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് GDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന, MDSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, CHSLന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർക്ക് ഇതാ എഴുതാൻ ഒരു എക്സാമും കൂടെ. നന്നായി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ടൊക്കെ പഠിച്ചാൽ മതി, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി നിങ്ങൾക്ക് CRPF എക്സാം കിട്ടേണ്ടതാണ്. ആ പാറ്റേൺ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇനി സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോ അതിനെന്താണ്? ഇംഗ്ലീഷ് ടൈപ്പിംഗ് ആണ്. ഏതാണ്? 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചുമ്മാതെ മക്കളെ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. 10 മിനിറ്റിനകത്ത് 80 വേർഡ്. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ 2 പോസ്റ്റും, ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോയുടെ പോസ്റ്റും വേണ്ട റിക്വയർമെന്റുകളാണ്. ഏത്? സ്കില്ല് ടെസ്റ്റ് ചെയ്യാനായിട്ട് നടത്തുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണ്? ഇനി ഇതിന്റെ സിലബസ് എന്തുവാ? കുറെ പേർക്ക് സംശയമാണ്, എന്തുവാ ഇതിന്റെ സിലബസ്?
വളരെ സിമ്പിൾ ആണ്. ഇത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു, ഇത് വേറെ ഏതാണ്ട് എക്സാം ആണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ട്. മക്കളെ ഒന്നുമില്ല, റീസണിങ്ങിൽ ഏത് തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ, അനലോഗി, കോഡിങ്, പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ്, മെട്രിക്സ് കോഡിങ്, വേർഡ് ഫോർമേഷൻ, വെൻ ഡയഗ്രം, ഡയറക്ഷൻ, ഡിസ്റ്റൻസ്, ബ്ലഡ് റിലേഷൻ, സീരീസ്, അതുപോലെ തന്നെ നമ്മുടെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നവർക്ക് ഇതേ ഫ്ലോയിൽ പഠിക്കാമെങ്കിൽ ഒരു എക്സാം കൂടെ കിട്ടുന്നു, ഒരു എക്സാം കൂടെ കിട്ടുന്നു. അപ്പൊ എന്താണ്, അത് കളയേണ്ട കാര്യമുണ്ടോ? കളയേണ്ട കാര്യമില്ല. അടുത്ത എന്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ? ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ GK, സ്റ്റാറ്റിക് GK ഉണ്ടല്ലോ, സ്റ്റാറ്റിക് GK ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നെന്താണ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് ഉണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ട്. ഇപ്പൊ എപ്പോഴും SSC ഒരേ ഒരു പാറ്റേൺ തന്നെയാണ് പിടിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം SSCയുടെ ഒരു പാറ്റേൺ, ആ പാറ്റേൺ തന്നെ പിടിച്ചാൽ മതി. നിങ്ങൾ എന്താണ്, സ്പോർട്സ് പഠിക്കുക, ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കുക, അതുപോലെ ഇമ്പോർട്ടന്റ് സ്കീമുകളെ പറ്റി പഠിക്കുക, അതുപോലെ ന്യൂസ് പേപ്പർ കറക്റ്റ് ആയിട്ട് വായിക്കാമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം കിട്ടും. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അവാർഡുകൾ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇത്രയും കാര്യങ്ങൾ. ഇത് നമ്മൾ SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, GD എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, MTS എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ CHSL പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പാറ്റേണേ ഉള്ളൂ. അതുകൊണ്ട് ഈ എക്സാം എഴുതാൻ പെടരുത്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ January 25 ഈ എക്സാം നിങ്ങൾ ഉറപ്പായിട്ടും എഴുതണം. ഏതാണ് ഇനി നമുക്ക് മാത്സ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഡിസ്കൗണ്ട്, ആവറേജ്, ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, നമ്പർ സിസ്റ്റം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ റേഷ്യോയെ, പെർസെന്റേജ്, കമ്പ്യൂട്ടേഷൻ, ടേബിൾ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. സെയിം മാത്സ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. മാത്സും സെയിം തന്നെയാണ്. കത്തിയോ? ടോപ്പിക്കുകൾ ഓരോന്നും കത്തിയോ? ലാസ്റ്റ് വന്നിട്ട് ഇംഗ്ലീഷിലോട്ട് എത്തുന്നു. എന്താണ് വ്യത്യാസം വല്ല ഉണ്ടോ? എറർ കറക്ഷൻസ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ടെസ്റ്റ് ഉണ്ട്, എറർ സ്പോട്ടിംഗ് ഉണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, വൊക്കാബുലറി ടെസ്റ്റ്, ന്യൂസ് പേപ്പർ ഒക്കെ റീഡ് ചെയ്യാൻ ശ്രമിക്കുക, സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, സെന്റൻസ് കറക്ഷൻ ഉണ്ട്, സിനോണിംസ് ആൻഡ് ഉണ്ട്, സെന്റൻസ് കംപ്ലീഷൻ ഉണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷിലെ എല്ലാ ടോപ്പിക്കുകളും ഇവിടെയും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് നിങ്ങൾ SSC എക്സാമിന് ബേസ് ചെയ്ത് നിങ്ങൾ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് സ്ട്രോങ് ആക്കിയിട്ടുള്ളവരെ സംബന്ധിച്ച് നിരവധി എക്സാംസ് ആണ് വരാൻ പോകുന്നത്. നിരവധി എക്സാംസ്. ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ 2023 ആ ജോലി നേടിയെടുത്തിരിക്കും, യാതൊരു സംശയവുമില്ല. അതിന് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആത്മവിശ്വാസത്തോടെ ഈ 4 സബ്ജക്ട് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളെ വളരെയധികം സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. ക്ലാസ്സുകളെല്ലാം കണ്ട് ടോപ്പിക് ഓർഡറിൽ പഠിച്ചു വരാൻ ശ്രമിക്കുക, സിലബസ് ഓർഡറിൽ പഠിച്ചു വരാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലാസ്റ്റ് കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മക്കളെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സും നിങ്ങൾ പ്ലേലിസ്റ്റിലോട്ട് പോവുക, ലൈവ് സെക്ഷനുകളിൽ പോവുക. നിങ്ങൾക്ക് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് കിട്ടും. ആ കിട്ടുന്ന അപ്ഡേറ്റ്സിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ അക്കാഡമിയെ സപ്പോർട്ട് ചെയ്യണം. മസ്റ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള നോട്ടിഫിക്കേഷൻസിന്റെ എന്ത് കിട്ടത്തുള്ളൂ? നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ദിശ അക്കാഡമി ട്രിവാൻഡ്രം ബേസ് ചെയ്ത് നമ്മുടെ അക്കാഡമി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് ട്രിവാൻഡ്രം ബേസ് ചെയ്ത് അവർക്ക് കാത്തിരിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. ട്രിവാൻഡ്രം ബേസ് ചെയ്ത് അക്കാഡമി വരാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. February 1 മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുന്നതാണ്. കൂടാതെ ഇപ്പോൾ തന്നെ അതിന്റെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവർ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് പേര്, നിരവധി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓഫ്ലൈനിൽ നിങ്ങൾക്ക് എല്ലാവരെയും കൂടെ നമുക്ക് കൊട്ടാരക്കര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. GDയുടെ ഒരു ബാച്ച് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയി. അപ്പോൾ തിരുവനന്തപുരം ബേസ് ചെയ്ത് പഠിക്കാനും വരാനും പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അക്കാഡമിയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൃത്യമായ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് കാണുന്നത് പോലെ, ചില ആളുകൾക്ക് ഓൺലൈനിൽ അങ്ങോട്ട് പഠിച്ചാൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമുള്ളവരുണ്ട്. അവരൊരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു 4-5 മാസത്തെ ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ തന്നെ അവർ കൃത്യമായി ലെവലിലെത്തും. ഈ 4 സബ്ജക്ട് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ഈ 4 സബ്ജക്ട് സ്ട്രോങ് ആയിട്ട് അതിന്റെ ബേസ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ അത് നോക്കുക. അല്ലാത്തവർ മസ്റ്റ് ആയിട്ടും ചാനലിലെ ക്ലാസ്സുകളെല്ലാം കണ്ട് കൃത്യമായ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.